നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ നാഗ്പൂരിലെന്ന് ഷാഫി പറമ്പിൽ MP. RSS നേതാക്കളെ പ്രീതിപ്പെടുത്താൻ BJP സംസ്ഥാന അധ്യക്ഷൻ പോലും ഇത്രയേറെ നടന്നിട്ടുണ്ടാകില്ല. ADGPയെ മാറ്റാത്തത് RSSന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ട്. തൃശൂർ പൂരം കലക്കിയതിൽ CPMനും BJPക്കും തുല്യ പങ്കുണ്ടെന്നും ഷാഫി പറമ്പിൽ. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് സൃഷ്ടിച്ച് യുവാവിനോട് പണം ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ശ്രമത്തിന്റെ ശബ്ദരേഖ പുറത്ത്. കൊപ്പം വളാഞ്ചേരി റൂട്ടിലെ കൈപ്പുറത്ത് പാചകവാതക ടാങ്കർ ലോറി നിയന്ത്രണം തെറ്റിമറിഞ്ഞ് പരിഭ്രാന്തി പരത്തി. വഴിമാറിയത് വൻ ദുരന്തം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഭാരതപ്പുഴയിലെ ഷൊർണൂർ മുണ്ടായ കടവിൽ അജ്ഞാത മൃതദേഹം. 6 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരിയിലെ പരിസ്ഥിതി ലോല മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മാണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. മാസങ്ങൾക്ക് മുമ്പ് ശക്തമായ മഴയിൽ മണ്ണൊലിപ്പുണ്ടായ കുന്നിന് മുകളിൽ പരിസരവാസികളുടെ സമ്മതമില്ലാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ടവർ നിർമ്മാണത്തിന് അനുമതി സമ്പാദിച്ചതെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ നാഗ്പൂരിലെന്ന് ഷാഫി പറമ്പിൽ MP. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പോലും RSS നേതാക്കളെ പ്രീതിപ്പെടുത്താൻ ഇത്രയധികം നടന്നിട്ടുണ്ടാകില്ലെന്നും ഷാഫി പറമ്പിൽ പാലക്കാട്ട് പറഞ്ഞു. RSS നേതാക്കളെ ഇത്രയധികം പ്രീതിപ്പെടുത്തുന്നതിലും ഭേദം ADGP കാക്കി ട്രൗസറിട്ട് നടക്കുന്നതാണെന്ന് ഷാഫി പറമ്പിൽ ആക്ഷേപിച്ചു. സുരേന്ദ്രൻ പോലും ഇത്രയും RSS നേതാക്കന്മാരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ RSS നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയ ഒരാൾ ADGP സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല, അത് നാഗ്പൂരിലാണ് എന്നത് വളരെ വ്യക്തമാണ്. ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ADGPയെ മാറ്റാത്തത് RSSന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ്. തൃശൂരിലെ പൂരം കലക്കലിൽ CPMനും BJPക്കും ഒരുപോലെ പങ്കുണ്ട്. ഒരു സീറ്റ് കിട്ടാനായി വിശ്വാസത്തെയും ആചാരത്തെയും വ്രണപ്പെടുത്തിയവരാണ് CPMും BJPയും. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഓഫീസിന്റെ ഇടപെടൽ ഇല്ലാതെ വിവാദ അഭിമുഖം പുറത്തുവരില്ല. അഭിമുഖം വന്നപ്പോൾ അതിനെ CPMന്റെ എല്ലാ നേതാക്കളും ന്യായീകരിച്ചു. വിവാദ അഭിമുഖം പുറത്തുവന്നയുടൻ മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ തള്ളിപ്പറയാൻ തയ്യാറാവാത്തത് അഭിമുഖത്തിനു പിന്നിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനും പങ്കുള്ളതുകൊണ്ടാണ്. മലപ്പുറം പരാമർശം മനഃപൂർവ്വമാണ്. അഭിമുഖം മലയാള മാധ്യമങ്ങൾക്ക് നൽകാതെ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയതിനു പിന്നിൽ വിഷയം കേന്ദ്ര സർക്കാരിലേക്കും BJPയിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? അത് PR ഏജൻസിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കാതെ അത്തരമൊരു വാർത്ത പുറത്തു വരും. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായ ആദ്യത്തെ ദിവസത്തെ ചർച്ചകളിൽ മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ പരസ്യമായി നേതാക്കന്മാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ, സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ, ചാനൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ. പിന്നെ അതുമാത്രമല്ല, ഇത് വിവാദമാവുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് രാവിലെയാണല്ലോ. ആ രാവിലെ അച്ചടിച്ചു വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ, അവരുടെ അനുമതി ഇല്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിഷേധിക്കണ്ടേ, അപ്പം തിരുത്തണ്ടേ? മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവരില്ലേ? ജനങ്ങളുടെ നികുതിപ്പണത്തിന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട്, എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല, ഒരു മലയാളം മീഡിയയിലും അല്ല ആ വാർത്ത വരണമെന്ന് അവർ ആഗ്രഹിച്ചത്. ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണമെന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന BJP നേതൃത്വത്തെയും RSS നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അവിടെ അച്ചടിച്ചു വന്നാലല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുള്ളൂ. CPM BJP ബാന്ധവത്തെ ഇരു പാർട്ടി അണികളും എതിർക്കുന്നുണ്ട്. ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് രൂപീകരിച്ചാണ് തൃശൂർ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്ന് ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പാണെന്ന് സംശയം തോന്നിയ യുവാവ് പണം നൽകാതെ പിൻവാങ്ങുകയായിരുന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസഞ്ചറിലൂടെ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിന് മെസ്സേജ് അയക്കുകയായിരുന്നു. തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബാംഗ്ലൂരിൽ CRPFിലെ ഉദ്യോഗസ്ഥനാണെന്നും
സഹോദര തുല്യനാണെന്നും പറയുന്നു. സുമിത് കുമാറിന് ജോലിയിൽ നിന്ന് സ്ഥലമാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിൽ നിരവധിയായ ഫർണിച്ചർ വസ്തുക്കളുണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും പറയുന്നു. തുടർന്ന് അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം CRPF ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും പറഞ്ഞു. പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്ന് യുവാവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം 1,15,000 രൂപയ്ക്ക് ഇവ നൽകാമെന്നും പറയുന്നു. CRPFന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്നും വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. സംഭവം തട്ടിപ്പാണെന്ന് സംശയം തോന്നിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. സംഭവത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ അതിരപ്പള്ളി സ്വദേശി റെക്കോർഡ് ചെയ്തിരുന്നു. हेलो हाँ रोबिन जी, चेकआउट किया ऑल आइटम? हाँ चेकआउट किया है बट हेलो रोबिन लाल जी बात कर रहे हैं? हाँ tell me sir. आई एम सुमित कुमार. हाँ your contact number give me Arjun Pandian sir, collector साहिब. oh yes I know sir. He's chatting me 10 minutes before sir. Yes actual problem, my problem urgent duty transfer for Jammu. I have some furniture item that I sell. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ നേരത്തെയും 3ഓളം വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു. സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടാണ് അന്ന് കളക്ടർ ആ വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തത്. ഒറ്റനോട്ടത്തിൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജാണെന്ന് തോന്നിപ്പിക്കാൻ കളക്ടറുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈലുണ്ടാക്കി തട്ടിപ്പിന് ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊപ്പം വളാഞ്ചേരി പാതയിൽ കൈപ്പുറത്ത് പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം ഒഴിവായത് വൻ ദുരന്തം. ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം നടന്നത് വ്യാഴാഴ്ച രാവിലെ. കൊപ്പം വളാഞ്ചേരി പാതയിലെ കൈപ്പുറത്താണ് പാചകവാതകവുമായി വരികയായിരുന്ന ലോറി മറിഞ്ഞത്. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 10:45 അപകടം. വളാഞ്ചേരി ഭാഗത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭാരതപ്പുഴയിലെ ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻ കടവിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. രാവിലെ 7:30 പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഭാരതപ്പുഴയിലെ ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻ കടവിലാണ് ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 7:30 പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇവർ പമ്പ് ഓപ്പറേറ്ററെ വിവരമറിയിച്ചു. തുടർന്ന് പമ്പ് ഓപ്പറേറ്റർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം കരക്കെത്തിക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും 9:45 സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ പി ജിഷയും പുഴയോരത്തെത്തിയിരുന്നു. 10:15 മൃതദേഹം കരക്കെത്തിച്ചത്. മൃതദേഹത്തിന് 6 ദിവസത്തെ പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നതായി ഷൊർണൂർ പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല KSCBയിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുന്നു. ഉപഭോക്തൃ സേവന ദിനമായി ആചരിച്ച ഗാന്ധി ജയന്തി ദിനത്തിൽ മുഴുവൻ ജീവനക്കാരും സേവന സന്നദ്ധരായി ജോലിക്കെത്തിയിരുന്നു. പത്തിരിപ്പാല KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ K പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും കരാർ ജീവനക്കാരും ചേർന്ന് ഓഫീസും പരിസരവും വൃത്തിയാക്കി. കൂടാതെ ഓഫീസ് കെട്ടിടത്തിൽ ജീവനക്കാർ തന്നെ പെയിന്റിംഗ് പ്രവൃത്തിയും നടത്തി. ഓഫീസിന്റെ മുഖച്ഛായ മാറ്റിയെടുത്ത് കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുള്ളതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. KSCBയുടെ ക്ഷണം സ്വീകരിച്ച് ഒട്ടനവധി വൈദ്യുതി ഉപഭോക്താക്കൾ KSCB ഓഫീസ് സന്ദർശിച്ചു. എല്ലാവിധ ആശംസകളും അറിയിച്ചു. KSCB പത്തിരിപ്പാല ഓഫീസിന് കീഴിൽ 1,20 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരുന്നതായി KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ K പ്രേംകുമാർ അറിയിച്ചു. ഇന്ന് KSCB ഉപഭോക്തൃ സൗഹൃദ ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ പത്തിരിപ്പാല KSCB ഓഫീസിലെ എല്ലാ ജീവനക്കാരും ഇന്ന് ഈ ഓഫീസിന് ഹാജരുണ്ട്. എല്ലാ ജീവനക്കാരും ചേർന്ന് സ്വന്തം വീട് പോലെ ഈ സ്ഥാപനത്തെ വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓഫീസും പരിസരവും വൃത്തിയാക്കുന്നതിന് പുറമെയായി ഈ ഒരു ആഴ്ചക്കാലം KSEB ഉപഭോക്തൃ സൗഹൃദ വാരാചരണമായി ആചരിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം നാളെ ഒരു ദിവസം നമ്മൾ നാളെ പണമടയ്ക്കുന്ന ഒരു വൈദ്യുതി കണക്ഷൻ ഉടൻ തന്നെ സ്പോട്ട് കണക്ഷനായി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കൂടാതെ ഉപഭോക്താക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സദസ്സുകളും അതുപോലെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ KSEB മാറണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയും എല്ലാം ഈ ഒരു ഉപഭോക്തൃ വാരാചരണത്തിന്റെ ഭാഗമായി KSEB നടത്തുന്നുണ്ട്. മണ്ണൂർ പ്രദേശത്ത് പതിവായി വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ കവർ ചെയ്ത കമ്പി ഉപയോഗിച്ച് മണ്ണൂർ മുതൽ കൊട്ടക്കുന്ന് വരെ പുതിയ ലൈൻ വലിക്കൽ പ്രവൃത്തിയും മണ്ണൂർ, മങ്കര, ലക്കിടിപ്പെരൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ഏകദേശം 30,000-ഓളം ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായ ഞാവലിങ്കടവ് പമ്പ് ഹൗസിലേക്ക് മുടങ്ങാതെ വൈദ്യുതി നൽകുന്നതിന് വേണ്ടി കേബിൾ ലൈൻ വലിക്കുന്ന പ്രവൃത്തിയും ദ്രുതഗതിയിൽ നടന്നുവരുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ K. പ്രേംകുമാർ അറിയിച്ചു. പത്തിരിപ്പാല KSEB ഓഫീസിലെ സബ് എഞ്ചിനീയർമാരായ M. സെൽവരാജ്, A. അബ്ദുൾ ഷുക്കൂർ, K. A. മുഹമ്മദ് തഹ, ഓവർസിയർമാരായ PP മണികണ്ഠൻ, K. നാഗരാജൻ, K. സുരേഷ് കുമാർ, V. ശാസ്തകുമാരൻ, സ്പോർട്ട് ബില്ലർ ശ്രീജിത്ത്, സീനിയർ അസിസ്റ്റന്റ് P. ദിവ്യ, സെക്ഷൻ ഓഫീസിലെ മുഴുവൻ ലൈൻമാൻമാരും വർക്കർമാരും കരാർ ജീവനക്കാരും ഉപഭോക്തൃ സേവന ദിനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കഞ്ചേരി മങ്കരയിൽ പരിസ്ഥിതി ലോല പ്രദേശത്തെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. നഗരസഭാ ഡിവിഷൻ 18 നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വടക്കാഞ്ചേരി മങ്കര കാട്ടുകുളത്തിന് 200 മീറ്റർ അകലെയുള്ള കുന്നിൻ്റെ ഒത്ത നെറുകയിലാണ് ടവർ നിർമ്മാണം. ടവർ ജനവാസ കേന്ദ്രത്തിന് ഭീഷണിയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പരിസരവാസികളുടെ സമ്മതമില്ലാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് നിർമ്മാണത്തിനുള്ള അനുമതി സമ്പാദിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് അതിതീവ്ര മഴയെ തുടർന്ന് ഈ കുന്നിൽ നിന്നുമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പരിസരവാസികളുടെ വീടുകൾക്കും മതിലിനും മറ്റും കേടുപാട് സംഭവിച്ചിരുന്നതായി നാട്ടുകാരനായ സന്തോഷ് പറഞ്ഞു. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ പ്രളയസമയത്ത് പരിസരവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. മങ്കര കാട്ടുകുളം പരിസരത്ത് രാത്രിയുടെ മറവിൽ വന്ന് JCB കൊണ്ടുവന്ന് ഒരു വണ്ടം കുഴി കുത്തിവെച്ചത് ടവർ പണിയാന്ന് പറഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനറിയില്ല, അതെല്ലാം ടവറിൻ്റെ ആൾക്കാരാണ് പറഞ്ഞു. ഈ കഴിഞ്ഞ 2-3 പ്രളയം ഉണ്ടായപ്പോൾ ഈ കഴിഞ്ഞ മഴ പെയ്ക്കലിനൊക്കെ വടക്കാഞ്ചേരി ടൗണൊക്കെ മുങ്ങിയ സമയത്ത് എൻ്റെ വീടിൻ്റെ കൂടിയ ഈ മലപ്രദേശത്ത് നിന്ന് വെള്ളം വന്നിട്ട് എൻ്റെ മതിലും ഇതൊക്കെ ഇടിഞ്ഞു പോയി. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വാർത്താ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം ഇത്രയും വലിയ കുഴി ഇവിടെ കുത്തിയിട്ട് ഇതിനെങ്കിൽ ഇവിടുന്ന് 100-150 മീറ്റർ ഇല്ല താഴത്ത് വീടുകൾ. ഇവിടെ ഈ രാത്രിയുടെ മറവിൽ വന്ന് ചെയ്തത് വളരെ ഇതായി. ഞങ്ങൾ കുറേ അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അടക്കം അറിവോട് കൂടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടു. ഇത്തരമൊരു പ്രദേശത്തെ ടവർ നിർമ്മാണം മേഖലയിലെ പ്രകൃതി ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ടവറിൽ നിന്നുള്ള ദോഷകരമായ വികിരണം പരിസരവാസികളിൽ ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പാവങ്ങളെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കാണിച്ചാട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ ടവറായി എന്ത് പണ്ടാണെങ്കിൽ പണിതോ, ഞങ്ങൾക്ക് ടൗണിൽ വീട് മേടിച്ചാട്ട് ഞങ്ങളെ സംരക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ, അല്ലാതെ ഈ പാവപ്പെട്ടവരെങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് ടൗണിൽ കയറ്റിക്കൂടെ? ഇവിടെ പാവപ്പെട്ടവരെ നെഞ്ചത്ത് വന്നിട്ട് കയറ്റുന്നത് എന്തുകൊണ്ടാണ്? ആരും ചോദിക്കാനും പറയാനില്ലാത്തതുകൊണ്ടാണോ? ടവർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയാണ്. വാഹന ഗതാഗതത്തിന് സ്ഥലമുടമകൾ അനുമതി നൽകിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഹർജി വടക്കാഞ്ചേരി നഗരസഭാ അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ആശുപത്രികളും അതുപോലെ തന്നെ കത്തിരിപ്പാല സെന്റർ തുടങ്ങി കുറേ സ്ഥാപനങ്ങളും എല്ലാം തന്നെ നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തുകയുണ്ടായി. ഇന്ന് ഒക്ടോബർ 2 കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പൊതുസ്ഥലങ്ങളെല്ലാം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ശുചിത്വ പ്രതിജ്ഞയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമായത്. പരിപാടിയിൽ വെച്ച് വാതിൽപ്പടി ശേഖരണം 100% പൂർത്തിയാക്കിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു. ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മ സേനയുടെ സ്റ്റീൽ പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന പുതിയ സംരംഭത്തിനും തുടക്കമായി. സംരംഭം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് OV. സ്വാമിനാഥൻ അധ്യക്ഷനായി.
ജനപ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ, സുമ, സുനിത, സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. വിഇഒ സജന സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഹരിതകർമ്മസേന സെക്രട്ടറി ഉഷാകുമാരി നന്ദി പറഞ്ഞു. തുടർന്ന് മണ്ണൂർ പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളും മുഴുവൻ വാർഡ് പ്രദേശങ്ങളും ശുചീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗജരാജൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. ഏറെ ആരാധകരുണ്ടായിരുന്ന ആനയ്ക്ക് 40 വയസ്സായിരുന്നു. 1 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ. തമിഴ്നാട്ടിൽ ജനിച്ച ആനക്കുട്ടി പിന്നീട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെ ആനച്ചന്തമായി മാറുകയായിരുന്നു. വിടർന്ന കൊമ്പഴകായിരുന്നു ശ്രീനിവാസന്റെ സവിശേഷത. 1991 തൃശൂർ പൂങ്കുന്നം ശ്രീ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കിരുത്തി. ലക്ഷണ തികവുകൊണ്ടും അതിശയിപ്പിക്കുന്ന കൊമ്പുവളർച്ച കൊണ്ടും ആരാധകരെ നേടിയെടുത്തതാണ് ചരിത്രം. 1 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 5 ദിവസങ്ങളിലായി തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ത്രിനേത്ര ഫോട്ടോഗ്രാഫി പ്രദർശനം സമാപിച്ചു. AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിനീഷ് പാമ്പൂർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യവും പ്രതീക്ഷയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് ഞാൻ കൂടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പലപ്പോഴും ഇതുപോലെ നമ്മൾ കേട്ടതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ മാറാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജനങ്ങളൊക്കെ ബിസിനസ് ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് ഈ ഫീൽഡിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ പേര് മാത്രമായിരിക്കും ചിലപ്പോൾ കല എന്നുള്ള രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബിസിനസ് ഫോട്ടോഗ്രാഫിയിൽ വന്നുകൊണ്ട് അതിൻ്റെ കലാപരമായ മൂല്യങ്ങൾ വളർത്തെടുക്കുന്ന രീതിയിൽ നമ്മളെ സ്വയം പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ തൃശ്ശൂർ ജില്ലാ നേച്ചർ ക്ലബ്ബ് വലിയൊരു പങ്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടുപിടിച്ച ആൾക്കാരുകളിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു 5 ദിവസം നീണ്ടുനിന്ന പരിപാടി സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങിൽ ക്ലബ് കോർഡിനേറ്റർ സുരേഷ് കീഴ്ത്താണി അധ്യക്ഷനായി. പ്രശസ്ത ഫോട്ടോഗ്രാഫറും ജൂറി അംഗവുമായിരുന്ന രാജൻ കുറ്റൂർ, PG ബ്രജേഷ് എന്നിവർ പ്രദർശനത്തിന് വെച്ചിരുന്ന ചിത്രങ്ങളെക്കുറിച്ച് അവലോകനം നടത്തി. സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ക്ലബ് സബ് കോർഡിനേറ്റർ അജി ഗ്രേസ് സ്വാഗതവും സുനിൽ ബ്ലാക്ക്സ്റ്റോൺ നന്ദിയും പറഞ്ഞു. ക്ലബിൽ നിന്ന് തിരഞ്ഞെടുത്ത 38 ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിന് വെച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം നടത്തി. റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് TP സന്തോഷ് ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. RMS സബ് റെക്കോർഡ് ഓഫീസർ TR സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. RPF കമാൻഡന്റ് ക്ലാര വത്സൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സിന്ധു, സ്റ്റേഷൻ മാസ്റ്റർ ആതിര എന്നിവർ സംസാരിച്ചു. റെയിൽവേയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരും ഷൊർണൂർ RMS ജീവനക്കാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. സേവനത്തിന് വേണ്ടി ഇതുപോലെയാണ് ഞങ്ങൾ തന്നെ എടുത്തിരിക്കുന്നത്. ലൊക്കേഷൻ ഏതാ സജഷൻ പറഞ്ഞപ്പോഴേ സാറ് ചോദിച്ചിരുന്നു. അതുപോലെ മേഡം പറഞ്ഞു ഇത് RMSന് വേണ്ടി നമ്മൾ എപ്പോഴും മാറ്റി വയ്ക്കാറില്ല. നിങ്ങളുടെ സേവനങ്ങൾ എപ്പോഴും പ്രസിദ്ധീകരണമാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാ മംഗളങ്ങളും. നമുക്ക് ഈ ഇപ്പോഴത്തെ മോട്ടോ സ്വച്ഛതാ ഹി ഇപ്പോഴത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് സ്വഭാവ സ്വച്ഛത സംസ്കാര സ്വച്ഛത എന്നാണ്. അതായത് സ്വഭാവം സംസ്കാരം. വിവിധ വകുപ്പ് മേധാവികൾ വൃക്ഷത്തൈകൾ നട്ടു. സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടനംകുറിശി ആരഭി കലാസമിതി ഗാന്ധി ജയന്തി ദിനത്തിൽ വില്ലേജ് കൊട്ടത്തറ റോഡിന്റെ വശങ്ങൾ വൃത്തിയാക്കി. ആരഭി അംഗങ്ങൾക്കൊപ്പം അംഗൻവാടി ജീവനക്കാരും ആശാപ്രവർത്തകരും വിദ്യാർത്ഥികളും യജ്ഞത്തിൽ പങ്കെടുത്തു. PV ശ്രീധര വാര്യർ, V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KV ഹരിദാസ് മാസ്റ്റർ, V കരുണാകരൻ, പൈനോഴി ഉണ്ണിനായർ എന്നിവർ നേതൃത്വം നൽകി. വടനാംകുറിശി വില്ലേജ് ഓഫീസ് മുതൽ കൊട്ടത്തറ വരെയുള്ള 1.5 കിലോമീറ്റർ പ്രദേശം മുഴുവൻ ആ റോഡിൻ്റെ ഇരുവശവും കാട് മൂടി കിടക്കുകയായിരുന്നു. അവിടെ കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ വളരെ പ്രയാസമായിരുന്നു. ആ കാര്യം നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ഇന്നിവിടെ റോഡിൻ്റെ ഇരുവശവും വൃത്തിയാക്കിയിരിക്കുകയാണ്. ചർമ്മം. ഷൊർണൂർ KVR ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ഗോപാലകൃഷ്ണൻ നെടുങ്ങാടിയുടെ ഭാര്യ ചുടുവാലത്തൂർ നന്ദനം വീട്ടിൽ തങ്കം നെടുങ്ങാടി നിര്യാതയായി. 82 വയസ്സായിരുന്നു. മക്കൾ സന്തോഷ്, സുരേഷ്, സുനിൽ, സുധീർ, സ്മിത. മരുമക്കൾ ലതിക, അരുണ, സ്മിത, ധന്യ, അരുൺ. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ നാഗ്പൂരിലെന്ന് ഷാഫി പറമ്പിൽ MP. RSS നേതാക്കളെ പ്രീതിപ്പെടുത്താൻ BJP സംസ്ഥാന അധ്യക്ഷൻ പോലും ഇത്രയേറെ നടന്നിട്ടുണ്ടാവില്ല. ADGPയെ മാറ്റാത്തത് RSSന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ട്. തൃശൂർ പൂരം കലക്കിയതിൽ CPM-നും BJPക്കും തുല്യ പങ്കുണ്ടെന്നും ഷാഫി പറമ്പിൽ.
തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് സൃഷ്ടിച്ച് യുവാവിനോട് പണം ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ശ്രമത്തിന്റെ ശബ്ദരേഖ പുറത്ത്. കൊപ്പം വളാഞ്ചേരി റൂട്ടിലെ കൈപ്പുറത്ത് പാചകവാതക ടാങ്കർ ലോറി നിയന്ത്രണം തെറ്റിമറിഞ്ഞ് പരിഭ്രാന്തി പരത്തി. വഴിമാറിയത് വൻ ദുരന്തം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഭാരതപ്പുഴയിലെ ഷൊർണൂർ മുണ്ടായ കടവിൽ അജ്ഞാത മൃതദേഹം. 6 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം 50 വയസ്സു പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരിയിലെ പരിസ്ഥിതി ലോല മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മാണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. മാസങ്ങൾക്ക് മുമ്പ് ശക്തമായ മഴയിൽ മണ്ണൊലിപ്പുണ്ടായ കുന്നിന് മുകളിൽ പരിസരവാസികളുടെ സമ്മതമില്ലാതെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ടവർ നിർമ്മാണത്തിന് അനുമതി സമ്പാദിച്ചതെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.